എല്ലാ കൂട്ടുകാർക്കും സ്റ്റഡി ചിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ മണിച്ചെപ്പ് എന്ന പാഠഭാഗമാണ്. സ്കൂൾ ദിനപത്രം. അപ്പോൾ ഇതെന്താണ്? ഒരു സ്കൂൾ ദിനപത്രത്തിലെ ഒരു പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. പത്രത്തിൻ്റെ പേരെന്താണ്? മണിച്ചെപ്പ്. GLPS അരിമംഗലം. ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. അപ്പോൾ ഓരോ വറ്റും എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഈ അരിമംഗലം സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഒരു പത്രവാർത്തയാണ് ഈ പേജിൽ തന്നിട്ടുള്ളത്. എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം, വെറുതെ വെറുതെ കളയരുതേ, ഒരൊറ്റ വറ്റും കളയരുതേ എന്നാണ്. ഒരു വറ്റ് പോലും കളയരുതേ എന്നുള്ള ഒരു സന്ദേശത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ പദ്ധതിയിലെ ഓരോ വറ്റും എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏതാണ് സ്ഥലം എന്നുള്ളത് നമ്മൾ എഴുതണം അല്ലേ? പത്രവാർത്തയാകുമ്പോൾ അരിമംഗലം എന്നുള്ള സ്ഥലത്താണ്, ആ സ്കൂളിലാണ് നടക്കുന്നത്. അരിമംഗലം. പായാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് LP സ്കൂൾ ലീഡർ C. അലീന അഭിപ്രായപ്പെട്ടു. ഭക്ഷണം പായാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന. ഒരു വറ്റുപോലും പായാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക. രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് അല്ലേ? നമ്മുടെ രാജ്യത്ത് എന്താണ്? ലക്ഷക്കണക്കിന് കുട്ടികൾ ആഹാരമില്ലാതെ വിശന്ന് വലയുന്ന കുട്ടികളുണ്ട്. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം, ഗാസയിലെ കുട്ടികളൊക്കെ എന്താണ്? ഭക്ഷണമില്ലാതെ വലയുകയാണല്ലേ. അതുപോലുള്ള കുറേ കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ എന്താണ്? വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതെ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും ഓരോ തെരുവിൽ ഓരോ കുട്ടികൾ ഇങ്ങനെ കൈ നീട്ടി ഭക്ഷണമൊന്നും ഇല്ലാതെ നടക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ സ്കൂളിലേത് അരിമംഗലം സ്കൂളിൽ ഓരോ വറ്റും എന്നുള്ള പദ്ധതി ആരംഭിക്കുന്നത്. ഒരു വറ്റു പോലും പായാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അല്ലേ? ഒരു വറ്റു പോലും പായാക്കാതുള്ള ഒരു ശീലം കുട്ടികളിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. സ്കൂളിൽ പ്രതിദിനം 5 കിലോയിലധികം ചോറും കറികളും പായാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് PTA പ്രസിഡന്റ് P. സനോജ് പറഞ്ഞു. ഒരു മാസത്തിനകം ഭക്ഷണം പായാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ്മിസ്ട്രസ് G. ഷീല അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ C. റീന സ്വാഗതവും KV. അരുൺ നന്ദിയും പറഞ്ഞു. എന്താണ് ഈ പത്രവാർത്ത അല്ലേ? ഓരോ വറ്റും എന്നുള്ള പദ്ധതി അരിമംഗലം സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഒരു പത്രവാർത്തയാണ്. അപ്പോൾ ആദ്യം സ്ഥലം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഭക്ഷണം പായാക്കാത്ത സ്കൂൾ എന്നുള്ള ആ നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എന്താണ്? ഭക്ഷണം കിട്ടാതെ അലയുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കാൻ കാരണമായത്. ഇനി ഇതിലുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ എന്നിവ എന്തെല്ലാം? ഈ വാർത്ത വായിച്ചപ്പോൾ എന്തൊക്കെ നമ്മളെ മനസ്സിലേക്ക് വന്നു? ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലെ കുട്ടികൾ, ഗാസയിലുള്ള കുട്ടികളൊക്കെ എന്താണ്? വിശന്ന് വലഞ്ഞോടുന്ന ഫോട്ടോയും ചിത്രങ്ങളും വീഡിയോയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അത് മനസ്സിലേക്ക് വന്നില്ലേ? അതേപോലെ തന്നെ പത്രം വായിക്കുന്ന കുട്ടികളാണെങ്കിൽ പത്രത്തിൽ ഒരുപാട് കുട്ടികൾ വിശന്ന് നിൽക്കുന്നത് ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെന്താണ്? ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ കുട്ടികൾ എന്താണ്? കീറിപ്പറിഞ്ഞ വസ്ത്രമായിട്ട് കൈ നീട്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി നടക്കുന്ന കുറേ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് അതൊക്കെ അല്ലേ വരുന്നത്? അതേപോലെ തന്നെ നമ്മളെന്താണ്? ഭക്ഷണം അനാവശ്യമായിട്ടില്ലേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ബാക്കിയൊക്കെ കളയുന്നതും നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? ഇതേപോലെയുള്ള എത്ര കുട്ടികൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ നടക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് തട്ടിക്കളഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? സെക്കൻഡ് വൺ, ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ചർച്ച ചെയ്യൂ അല്ലേ? ഈ സ്കൂളിൽ എന്താണ്? ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതായത് ഒരു ഒറ്റ വറ്റ് പോലും പായാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓരോ കുട്ടികളും തീരുമാനിച്ചാൽ മതി, ഞാനിനി ഭക്ഷണം ഫുള്ള് കഴിക്കും, ഇനിയൊന്നും അനാവശ്യമായിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് കളയില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാം അല്ലേ? അതുപോലെ തന്നെ വിശന്ന് നിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി അല്ലേ? അതും ആരംഭിച്ചുകൂടെ നമ്മുടെ സ്കൂളിൽ? അതായത് നിങ്ങൾ എക്സ്ട്രാ കുറച്ചധികം ചോറും കൂടി കൊണ്ടുവരും, ഒരു പൊതിച്ചോറാക്കി കൊണ്ടുവന്നിട്ട് വിശന്ന് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ, ആശുപത്രികളിലൊക്കെ നിൽക്കുന്ന രോഗികൾ, അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ തെരുവുകളിലൊക്കെ കുട്ടികളും ആളുകളൊക്കെ വിശന്ന് നിൽക്കുന്നവരുണ്ട്, അവർക്ക് ഒരു കൈസഹായം അല്ലേ? പൈസയായിട്ടോ അല്ലേ ചോറായിട്ടോ ഭക്ഷണമായിട്ടോ കൊടുക്കാം അല്ലേ?
അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് പോസ്റ്ററോ പ്ലക്കാർഡോ ഒരു ബോധവൽക്കരണ ക്ലാസ് കണ്ടക്ട് ചെയ്യാം അല്ലേ? ടീച്ചറോട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഒരറിവ് പകരുന്ന, അതായത് ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും, ഒരുപാട് കുട്ടികൾ ഭക്ഷണം കിട്ടാതെ വലയുന്നുണ്ട്, അപ്പോൾ നമ്മളെന്താണ് ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്കൊരു ക്ലാസ് കൊടുക്കാം അല്ലേ? അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളുടെ സ്കൂളിലും ചെയ്യുക. ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ. പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ. അല്ലേ, നമ്മൾ ഓരോ വറ്റും പദ്ധതി പോലെ വേറൊരു സ്കൂളിൽ നടന്നത്, അതായത് ശുചിത്വ സന്ദേശം, അതായത് വൃത്തിയോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്ററാണ് ആ സ്കൂളിൽ നടന്നത്. അപ്പോൾ വൃത്തിയോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്റർ, ശുചിത്വത്തോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്ററാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണുള്ളത്? എൻ്റെ വീട് വൃത്തിയുള്ള വീട്, ചപ്പും ചവറും വാരി എറിഞ്ഞ് ചന്തമകന്നൊരു നാടാക്കരുതേ. അതായത് ചന്തമില്ലാത്ത നാടാക്കരുതല്ലേ. ചപ്പും ചവറൊക്കെ വാരി ഇവിടെ എറിഞ്ഞാൽ എന്താണ്, ഒരു ചന്ത ഉണ്ടാവില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ? കൈകോർക്കൂ മാലിന്യമുക്ത കേരളത്തിനായി അല്ലെ, മാലിന്യമുക്തം, അതായത് മാലിന്യമൊന്നുമില്ലാത്ത കേരളത്തിനായിട്ട് കൈകോർക്കൂ. അങ്ങനെ 3 പോസ്റ്ററുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളും പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുക. അപ്പോൾ ആളുകൾക്ക് എന്താണ്, ഒരു ബോധമുണ്ടായി, ഇവിടെ മാലിന്യം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇട്ടാൽ അവിടെ മാലിന്യം ഉപേക്ഷിക്കില്ല, ഇല്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.